ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് മുട്ടയും ബ്രെഡും കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിന്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് വാട്ടിയിട്ടെടുക്കാം. അങ്ങനെ ഫൈനായിട്ട് വാട്ടിയെടുക്കൊന്നും വേണ്ട, എന്നാലും ചെറിയ രീതിയിലൊന്ന് അങ്ങനെ വാട്ടിയെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചെറിയ ചെറിയ അളവിൽ അങ്ങനെ മതി. അപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം ടീസ്പൂണിലാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ആ മസാല ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് മുട്ട ഞാൻ നേരത്തെ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 2 പീസാക്കിയിട്ട് അങ്ങനെ കട്ടാക്കി വെച്ചിട്ടുണ്ട് മുട്ട. ഇന്നിതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ആ ഒരു 4 സൈഡിലും ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പീസ് ബ്രെഡ് എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത് വെള്ളത്തിൽ ഈ ഒരു രീതിയിൽ ഒന്നിങ്ങനെ ഒന്ന് മുക്കി കൊടുക്കുക. ഇതിപ്പോൾ സാധാരണ നമ്മളെ നോർമൽ വാട്ടർ ആട്ടോ എടുത്തത്. എന്നിട്ട് കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് വെള്ളം നമുക്ക് കളയാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ എടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഈ ഒരു രീതിയിൽ ബ്രെഡിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം. മസാലയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ അങ്ങനെ ആക്കിയിട്ട് വെക്കാം. പക്ഷേങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിൽ കണക്കാക്കിയിട്ട് അങ്ങനെ മസാല വെക്കാം. പിന്നെ ഇതാ ഞാൻ ഇതിന് മേലെ മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ഫസ്റ്റ് ഞാൻ ഒരു മുട്ട 2 പീസായിട്ടാണ് കട്ട് ചെയ്തത്. പിന്നെ നമ്മൾ വെക്കുന്ന മസാലയും ബ്രെഡിൻ്റെ വലുപ്പം എല്ലാം അനുസരിച്ചിട്ട് മുട്ടൻ്റെ വലുപ്പം എല്ലാം അനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഒന്നുകൂടി ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 രീതിയിലും വെക്കുന്നുണ്ട്. ഒരു മുട്ട പകുതിയാക്കിയിട്ടും വെക്കുന്നുണ്ട്, അതിൽ നിന്നും പിന്നെയും പകുതിയാക്കിയിട്ടും അങ്ങനെയെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ മുട്ടയും കൂടി വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ബ്രെഡ് ഒന്ന് ഒരു സൈഡിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഉന്നക്കയ്യിൽ ഉരുട്ടുന്ന പോലെ ആ ഒരു രീതിയിലൊന്ന് ഉരുട്ടി കൊടുക്കാം. അപ്പോൾ തന്നെ അത് ഫുള്ളായിട്ട് അങ്ങനെ കവറായി വന്നോളൂ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇതാ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ ഉരുട്ടി വെച്ച് ഓരോന്നും എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ നല്ലോണം തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഉരുട്ടിയെടുത്ത സമയത്ത് ഫുള്ളായിട്ട് കവറാകാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഈ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നല്ലോണം ഉരുട്ടിയെടുത്തിട്ട് ഈ ഒരു സമയത്ത് നല്ലോണം കവർ ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നല്ലോണം തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.
ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ഉരുട്ടി എടുത്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന ചീനച്ചട്ടിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 2 വെച്ചിട്ട് അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഫ്രൈ ആക്കുന്ന സമയത്ത് മീഡിയത്തിൽ ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പം മീഡിയത്തിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കാം. ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു കളർ ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.